കാട്ടിലെ കട കാട്ടിനുള്ളിലിരിക്കുന്ന ഒരു കാട്ടിലെ കടയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വീഡിയോസിലും മറ്റും കേട്ട് അറിവുള്ളൊരു കടയാട്ടോ. എന്നാൽ പിന്നെ ഇവിടുത്തെ രുചിയൊന്നും നമുക്കും അറിയണമല്ലോ എന്ന് കരുതിയിട്ട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പാലോട് പടക്കൊക്കെ വാങ്ങാൻ പോയതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെയല്ലേ വിതിരയൊക്കെ. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് കഴിച്ചേക്കാമെന്ന് കരുതി. ദേ കൂവയിലയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. കൂവയില ദേ ആദ്യം കുറുകെ ഒരെണ്ണം ഇട്ട്, പിന്നെ നീളത്തിന് നീളത്തിനല്ലല്ലോ, ക്രോസ് ചെയ്ത് 2-3 കൂടി ഇട്ട് കേട്ടോ. ഈ പറഞ്ഞതുപോലെ തന്നെ കൂവയിലയിൽ തന്നെയാണ് വിളമ്പുന്നത് കേട്ടോ. ഇത് കാട്ടിൽ നിന്ന് കണ്ട കൊണ്ടുവരുന്ന കൂവയിലയാണ്. ആന ഇറങ്ങുന്ന ദിവസം ഈ കാട്ടിൽ നിന്ന് കൂവയില എടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ഇലയിട്ടു, ഊണ് വിളമ്പുക കേട്ടോ. ചോറ്, മാങ്ങാച്ചാറ്, സാലഡ്, ബീട്രൂട്ട് തോരൻ, പിന്നെ പപ്പായ ഉരുളക്കിഴങ്ങ് എന്തോ ഇട്ടൊരു കറി, കപ്പ, പിന്നെ ഹൈലൈറ്റായിട്ട് ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തി, തേങ്ങയൊക്കെ അരച്ചിട്ടുള്ളൊരു ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. വേറെ എന്ത് വേണം, അത് മാത്രം മതി. പിന്നെ അതിനോടൊപ്പം ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം കേട്ടോ. പിന്നെ ചിക്കൻ തോരനുണ്ട്, മീൻ വറുത്തതുണ്ട്, മീൻ കറിയും ഉണ്ട്. മീൻ കറി കോംപ്ലിമെൻ്ററി ആണ്. മീൻ വറുത്തതും ചിക്കൻ തോരനും ഒക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് പൈസ കൊടുത്ത് വാങ്ങണം. ഫുഡ് ഒരു രക്ഷയില്ല. നല്ലൊരു നാടൻ ഊണ് അവിടെ വന്ന് കഴിക്കാൻ പറ്റിയിട്ടോ. നല്ല ഊണായിരുന്നു. ഉറപ്പായിട്ടും വിതുര, പൊന്മുടി, പേപ്പാറ, ഇത് പേപ്പാറ ഡാം പോകുന്ന റോഡാട്ടോ. ആ റോഡിൽ തന്നെയാണ് ഈ കട. പേപ്പാറ ഡാമൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കടയിൽ വന്ന് കഴിക്കാം. ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഞാൻ ഒന്നുകൂടി പറയുന്നു, എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ചിലർക്ക് പോകാൻ തോന്നുന്നെങ്കിലോ. അതുകൊണ്ട് ഒന്ന് പോയി കഴിച്ചു നോക്കാം. നല്ല നാടൻ കിടിലം ഊണ് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കാണ് മെയിനായിട്ട് വന്നത്, ഈ പടക്കം പൊട്ടാസും സാധനമൊക്കെ വാങ്ങിക്കാനാണ്. അങ്ങനെ ഇളവട്ടത്തുള്ള ന്യൂ ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ വന്നിട്ട് നമ്മളിതേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. എല്ലാ വർഷവും ഇവിടെ നിന്ന് തന്നെ കേട്ടോ വാങ്ങുന്നത്. കഴിഞ്ഞതിന് പച്ചയിൽ പോയി വാങ്ങിയായിരുന്നു. പക്ഷേ അവിടെ ഇത്രയും കളക്ഷൻസ് ഇല്ലാത്തതുപോലെ തോന്നി. കളക്ഷൻസ് ഉണ്ട്, അവിടെ കൂടുതലും പൊട്ടുന്ന സാധനങ്ങളാട്ടോ ഉള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൂടുതലും പൊട്ടുന്നതിനെക്കാട്ടി ഇങ്ങനെയുള്ള വർണ്ണ വിപുലമായ സാധനങ്ങളല്ലേ ഇഷ്ടം. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ നേരിയത്. അപ്പോൾ 2-3 വർഷമായിട്ട് ഇവരുടെയും തന്നെ സ്ഥിരം വാങ്ങുന്നത്. അതുകൊണ്ട് ഇവരുമായിട്ട് അത്യാവശ്യം കൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വരിയൊക്കെ ഇട്ട് തരുവാണ്. വരി ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിൽ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. പൊട്ടുന്ന ഒരു സാധനവും വേണ്ടാന്ന് പറഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ കത്തിക്കുമ്പോൾ പൊട്ടുന്നതല്ല എന്ന് പറഞ്ഞാലും വീട്ടിൽ കൊണ്ടുവച്ച് കത്തിക്കുമ്പോഴേക്കും അത് പൊട്ടും കേട്ടോ. എങ്കിലും നമ്മുടെ മനസ്സിന് കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നി കുറച്ച് സാധനങ്ങൾ. കൂടുതൽ ഈ മത്താപ്പൂ പോലത്തെ സാധനങ്ങളാണ് വാങ്ങിയത് കേട്ടോ. എന്തായാലും വേദ സന്തോഷത്തിലാണ്. വേദയ്ക്ക് കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റി. കൂട്ടത്തിൽ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ വേദയ്ക്ക് 500 രൂപ കൊടുത്തായിരുന്നു പടക്കോ പൊട്ടാസോ തോക്കോ ഒക്കെ വാങ്ങിക്കാൻ. വേദ തോക്കൊക്കെ വാങ്ങിച്ച് ഒപ്പിച്ചു കേട്ടോ. എന്തായാലും ന്യൂ ഫയർ വർക്ക്സിൽ നിന്ന് ഇപ്രാവശ്യം കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പോകും വഴി നമ്മുടെ ചേട്ടൻ്റെ കടയിൽ ഇറങ്ങിയിട്ട് കുണ്ടമൻ കടവിൽ ഇറങ്ങിയിട്ട് ഒരു ഉള്ളിവടയും ചായയും കൂടി കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഫുൾ നാക്കുടക്കാണല്ലോ. എന്ത് പറ്റി?